കൊച്ചു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. വചനം തന്നെയായ നല്ല ദൈവമേ, നിന്നെ ശ്രവിക്കാൻ, നിന്നെ ഗ്രഹിക്കാൻ, നിന്നെ തിരിച്ചറിയാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണം. ഞങ്ങളുടെ ബോധ്യങ്ങളെ നീ ഉണർത്തണം. നാഥ, നിന്റെ വചനത്തെ പങ്കുവയ്ക്കുന്ന ഈ നിമിഷങ്ങളിൽ എല്ലാവരോടും നീ കരുണ കാണിക്കണമേ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചതുപോലെ, ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് തുറവി കൊടുത്തതുപോലെ, കാഴ്ചപ്പാടുകളിൽ മാറ്റം വരാൻ വേണ്ടി കണ്ണുകളെ തുറന്നതുപോലെ തുറക്കണേ ഈശോയെ. വചനത്തെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന എളിമയോടെ സ്വീകരിച്ചുകൊണ്ട് വചനത്തിന് മാംസം ധരിക്കാൻ ഇടം കൊടുത്തേ അമ്മേ, എല്ലാവർക്കും വേണ്ടി, നിന്റെ വചനത്തെ കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ ഹിമാലയ മേഖലയിലെ അതിർത്തി സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നു. ഇന്ത്യ ചൈന യുദ്ധം ഒരു സംഭവമാണ്. അതിൽ ഇന്ത്യ പരാജയപ്പെടാൻ ഇടവന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ പരാജയപ്പെട്ടത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആയുധ ശേഖരണം അതിലൊട്ടും കുറവല്ലായിരുന്നു. സൈനിക ശക്തി അതിലും ഇന്ത്യ മോശമല്ലായിരുന്നു. പക്ഷേ എന്തു പറ്റി? സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള ആ സമീപ നാളുകളിൽ ആയുധങ്ങൾ വേണ്ട വിധം ഉപയോഗിക്കാനുള്ള പരിശീലനം സൈനികർക്ക് ലഭിച്ചില്ല എന്നതായിരുന്നു പരാജയത്തിൻ്റെ കാരണം. ചരിത്രത്തിൻ്റെ ഏടുകളിൽ പറയും, ഇൽ പ്രിപ്പയർഡ് ആൻഡ് ഇൽ എക്യുപ്ഡ് ഇന്ത്യൻ ആർമി. ആത്മീയ പോരാട്ടത്തിൽ വിശ്വാസികൾ പരാജയപ്പെടാൻ കാരണമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അറിവില്ല, പരിശീലനമില്ല. എഫേസൂസ് സഭയ്ക്ക് എഴുതുമ്പോൾ ശ്ലീഹ പറയുന്നുണ്ട് 6-ാം അധ്യായത്തിൽ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം എന്ന്. എല്ലാ ആയുധങ്ങളും ധരിക്കണം. ആയുധങ്ങളെക്കുറിച്ച് അവിടെ ഒന്നൊന്നായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. സത്യം കൊണ്ട് അരമുറുക്കണം, നീതിയുടെ കവചം ധരിക്കണം, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കണം, ദുഷ്ടൻ്റെ കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കണം, രക്ഷയുടെ പടത്തൊപ്പി അണിയണം. അവസാനം പറയും, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കണം. അരയും മുറുക്കി പാദരക്ഷയൊക്കെ ധരിച്ച്, കവചമൊക്കെ ധരിച്ച്, തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. വചനം വ്യക്തമായിട്ട് പറയും, വാളെടുക്കണം. എങ്കിലേ യുദ്ധം പടവെട്ടി മുന്നോട്ട് പോകാൻ
ഒരുത്തിന് സാധിക്കുകയുള്ളൂ, ഒരു പടയാളിക്ക്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുകൾ പറ്റുന്നത്. നമുക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു, തിരിച്ചറിയണമിത്. വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ട് നമുക്ക് തെറ്റുകൾ പറ്റുന്നു. എന്നിട്ട് പറയും നമുക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലും മർക്കോസ് അറിയിച്ച സുവിശേഷത്തിലും വിതക്കാരൻ്റെ ഉപമ അവസാനിപ്പിക്കുക ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലൂക്കാസ് സുവിശേഷകൻ ഒരു വാക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. നമുക്ക് ഹൃദയം തുറന്ന് കേൾക്കാൻ സാധിക്കണം. പൂർണ്ണ ആത്മാവോടും വലിയ സ്നേഹത്തോടും കൂടി യേശുവിൻ്റെ വാക്കുകളെ സ്വീകരിക്കാൻ സാധിക്കണം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ശ്ലീഹ 1-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനം സാക്ഷ്യപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തെസ്സലോനിക്കായിലെ സഭാസമൂഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ കേൾവിയെ മാറ്റണം. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിക്കുവിൻ. പരിശുദ്ധയമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ പരിചാരകരായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആ സഹോദരങ്ങളോട് പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യ്. ആ പരിചാരകര് വക്കോളം അനുസരിച്ചു എന്നാണ് പറയുക. കൽഭരണികളെ വക്കോളം നിറയ്ക്കാൻ മാത്രം അനുസരണയും വിധേയത്വവും ആ പരിചാരകർക്കുണ്ടായി. കർത്താവിൻ്റെ മഹത്വം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ സംഭവങ്ങളായി മാറണമെങ്കിൽ വചനത്തെ അനുസരിക്കാൻ, പൂർണ്ണമായും അനുസരിക്കാൻ, പൂർണ്ണ സ്നേഹത്തോടെ അനുസരിക്കാൻ തെസ്സലോനിക്കായിലെ സഭയിൽ ഉണ്ടായതുപോലുള്ള പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ അനുസരിക്കാനുള്ള, സ്വീകരിക്കാനുള്ള ഒരു തിരിച്ചറിവിലേക്ക് നാമൊക്കെ വളരേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെയൊക്കെ കുറവ് നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ ഒക്കെ സംഭവിക്കുന്നു. വിതക്കാരൻ്റെ ഉപമയിൽ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുക, വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിച്ചു എന്നാണ് അവരെക്കുറിച്ച് പറയുക. വഴിയിലും പാറയുടെ പുറത്തും മുള്ളുകൾക്കിടയിലും വീണ വിത്ത് അത് ഫലം പുറപ്പെടുവിക്കാതെ പോയത് വിത്തിൻ്റെ ഗുണം കുറഞ്ഞു പോയിട്ടല്ല, വിത്തിൻ്റെ ക്വാളിറ്റിക്ക് ഒരു മാറ്റവുമില്ല. ഒരേ വിത്ത് തന്നെയാണ് ഈ വഴിയരിയിൽ വീഴുന്നത്, പാറയുടെ പുറത്ത് വീഴുന്നത്, മുള്ളുകളുടെ ഇടയിൽ വീണത്. ഒരേ ക്വാളിറ്റിയുള്ള ഒരേ വിതക്കാരൻ ഒരു കൊട്ടയിൽ നിന്ന് തന്നെ വാരി വലിച്ചെറിയുന്ന വിത്തുകളാണ്. എന്താ പ്രശ്നം? വീണ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ. വീണ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഫലം പുറപ്പെടുവിക്കാതെ പോയത്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ വാക്കുകൾ നമുക്ക് ബോധ്യങ്ങൾ പകരുന്നുണ്ട്. ഹെബ്രായർക്കുള്ള ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ നൽകുന്ന സൂചന ഇപ്രകാരമാണ്: ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്ത് എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങളുടെ ഹൃദയം
കഠിനമാക്കരുത്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിപതിച്ചത്? അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത്? ദാവീദ് വഴി വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വചനം തുടരുകയാണ്. ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. വചനം വായിക്കുന്ന, വചനം കേൾക്കുന്ന, വചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ വാക്കുകൾക്ക് സ്ഥാനമുണ്ടാകണം. ഹൃദയം കഠിനമാക്കരുത്, എതിർക്കരുത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുക 1-ാം അധ്യായത്തിൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി എന്ന് പറയുമ്പോൾ, തൻ്റെ വചനത്തെ സ്വീകരിച്ചവർക്ക്, തൻ്റെ വചനത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാൻ കഴിവ് നൽകിയെന്ന് നമുക്ക് കൂട്ടിച്ചേർത്ത് ചിന്തിക്കാൻ, തിരിച്ചറിയാൻ സാധിക്കണം. നമുക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. വചനം സ്വീകരിക്കാൻ, വചനത്തെ വിശ്വസിക്കാൻ, പൂർണ്ണ ഹൃദയത്തോടെ വചനത്തിന് വേണ്ടി ദാഹമുള്ളവരാകാൻ കൃപ വർഷിക്കണമേ എന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, വചനം സ്വീകരിക്കാൻ, പൂർണ്ണ വിശ്വാസത്തോടെ വചനം സ്വീകരിക്കാൻ കൃപ വർഷിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ നീ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചനം നമ്മൾ സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലൂക്കാ സുവിശേഷത്തിൽ വിപരീത പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്ന സമൂഹത്തെ, വ്യക്തികളെ ഒക്കെ കാണുന്നുണ്ട്. താൻ വളർന്ന നസ്രസിലെ സിനഗോഗിൽ ഈശോ താൻ ആരംഭിക്കാൻ പോകുന്ന രക്ഷാകര പദ്ധതി, തന്നിലൂടെ പൂർത്തിയാക്കാൻ പോകുന്ന രക്ഷാകര പദ്ധതി, അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ ആദ്യം വളരെ താല്പര്യത്തോടെ ഉറ്റുനോക്കുകയാണ്. പറഞ്ഞു വരുമ്പോൾ അത്ഭുതത്തോടെ ഉറ്റുനോക്കിയവര്, വിസ്മയത്തോടെ ഉറ്റുനോക്കിയവര് ചൂടാവാൻ തുടങ്ങി. കോപാകുലരായി എന്ന വാക്കാണ് ഉപയോഗിക്കുക. ആദ്യത്തെ വിസ്മയവും താല്പര്യവും ഒക്കെ പോവുകയാണ്. അത്ഭുതത്തോടെ നോക്കിയവരെല്ലാം കോപത്തോടെ നോക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി. പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളി താഴെ ഇടാനായിട്ട് അവർ വലിച്ചഴച്ചു കൊണ്ടുപോയി, കൊന്നുകളയാനായിട്ട്. അങ്ങനെ സ്വദേശത്ത് അവഗണന, സ്വന്തം ഇടവക പള്ളിയിൽ കിട്ടിയ സ്വീകരണം ആദ്യം അതാണ്. സ്വീകരിക്കാൻ സാധിച്ചില്ല. ആദ്യത്തെ വിസ്മയവും അത്ഭുതവും ഒക്കെ പോയി മറയുന്നു. വിപരീതമായിട്ട് അവർ പ്രതികരിക്കുകയാണ്. ഇനിയും ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിൽ തൊട്ടുപുറകെ കഫർനാമിലെ സിനഗോഗിൽ ഈശോ പഠിപ്പിക്കുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യൻ പറയുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ പ്രതികരണങ്ങളായിരുന്നോ? അല്ലെങ്കിൽ നാം കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ? പറയാണ്, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അച്ഛനൊക്കെ ചിലപ്പോൾ പള്ളിയിൽ വരാത്ത, ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് വരാത്ത ആളുകളോടൊക്കെ, ചേട്ടാ പള്ളിയിലൊക്കെ ഒന്ന് വന്നൂടെ, ഞായറാഴ്ച കുർബാനയൊക്കെ ഇങ്ങനെ മുടക്കണം എന്തേ എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയും, അച്ഛന് വേറെ പണിയില്ലേ? അല്ല, എൻ്റെ പണി അതാണ്. എന്നിട്ടും അവരെന്നോട് ചോദിക്കുകയാണ്, അച്ഛന് വേറെ പണിയില്ലേ? ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്നോളാം, ഞങ്ങളുടെ കാര്യത്തിൽ, ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അച്ഛനെ ഇടപെടാണ്ടിരിക്കുക നല്ലത്. 2-3 കൊല്ലം കഴിയുമ്പോൾ അച്ഛന് ഇവിടുന്ന് സന്തോഷമായിട്ട് പോകണമെങ്കിൽ ആവശ്യമില്ലാത്ത ഇടപെടലൊന്നും വേണ്ട. വേറൊരു സ്റ്റൈലാണത്. നമ്മുടെയൊക്കെ നാട്ടിൽ, നമ്മുടെയൊക്കെ ഇടയിൽ ഇങ്ങനെയുള്ള സ്വരങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം അവർക്കൊക്കെ വേണ്ടി.
എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാർ ഈശോയുടെ അടുക്കൽ വന്ന് സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്, ഈ വചനം ഫരിസേയർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് നീ അറിയുന്നുണ്ടോ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഇടർച്ചയുണ്ടായി എന്നാണ് ശിഷ്യന്മാർ സ്വകാര്യമായിട്ട് ഈശോയുടെ അടുക്കൽ വന്ന് പറയുക. ധനികനായ മനുഷ്യൻ, അവനുമായി ഈശോ ഡയലോഗ് നടത്തുന്നുണ്ട്. അവൻ്റെ പ്രതികരണം എന്തായിരുന്നു അവൻ്റെ പ്രതികരണം? അവനാകെ വ്യസനിച്ചു. അവന് വലിയ സങ്കടം തോന്നി. അവൻ ദുഃഖിച്ച ഈശോയുടെ അടുത്തുനിന്ന് പോയത്. കാരണവും പറയുന്നുണ്ട്, അവൻ വലിയ ധനികനായിരുന്നു, അതുകൊണ്ട് അവന് വ്യസനം തട്ടി. സംഗതിക്ക് കോട്ടം വരും, കയ്യിലിരിക്കുന്നത് കീശയിലിരിക്കുന്നത് പോകും, അതുകൊണ്ട് അവൻ വ്യസനിച്ചാ പോയെന്നാണ് പറയുന്നത്. ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരിൽ പോലും ഒരു ഗ്രൂപ്പ് മാറുകയാണ്. എന്നിട്ട് പറയും, ഓ ഇത് കഠിനമാണ്, ഈ വചനം കഠിനമാണ്, ഇത് കേൾക്കാൻ ശ്രവിക്കാൻ ആർക്ക് കഴിയും? കേൾക്കാൻ പോലും പറ്റില്ല. അത് അവർക്കാകെ വിഷമമായി. കഠിനമാണ്, ശ്രവിക്കാൻ പോലും പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം. അങ്ങനെ അവൻ്റെ കുറേ ശിഷ്യന്മാർ ഈശോയെ വിട്ടുപോവുകയാണ്. പിന്നെ ഒരിക്കലും അവൻ്റെ കൂടെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് വചനം. ഒരു പ്രതികരണം നോക്കിയേ. അനേകം പേര് ഈശോയുടെ കൂടെ കൂടുന്നുണ്ട്, ഈശോ എവിടെയെങ്കിലും ഉണ്ട് എന്നറിയുമ്പോൾ ഓടി ചെല്ലുന്നുണ്ട്, ഓടിക്കൂടുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ശിഷ്യരിൽ തന്നെ ഒരു ഗ്രൂപ്പ് പിന്നെ ഒരിക്കലും അവൻ്റെ കൂടെ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. തന്നിൽ വിശ്വസിക്കാൻ ആരംഭിച്ച യഹൂദര്, യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായത്തിൽ അങ്ങനെയുള്ളൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തന്നിൽ വിശ്വസിച്ച യഹൂദർ, അവരുമായി ഈശോ സംവാദം നടത്തുന്നുണ്ട് 8-ാം അധ്യായം മുഴുവൻ. അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയവരോട് ഈശോ പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാകും. അപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുള്ളവർ, ഇവിടെ ആരംഭിച്ചിട്ടുള്ളൂ. അവരോട് ഈശോ കാര്യങ്ങൾ സത്യത്തിൽ എന്താ സംഭവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അടുത്ത ലെസൺ പഠിപ്പിക്കുമ്പോൾ സംഗതി മാറുകയാണ്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പിന്നെ ഒരു 13 പ്രാവശ്യം എണ്ണി നോക്കുമ്പോൾ കാണാം, അവൻ പറഞ്ഞു, അവർ പറഞ്ഞു, അവൻ പറഞ്ഞു, അവർ പറഞ്ഞു. മുഖാമുഖം ഡയലോഗാണ്. ഒന്ന് പറയുമ്പോൾ മറ്റൊന്ന്, ഒന്ന് പറയുമ്പോൾ മറ്റൊന്ന്. 13 പ്രാവശ്യം അവൻ പറഞ്ഞു, അവർ പറഞ്ഞു. അവൻ എന്ന് പറയുമ്പോൾ ഈശോ, അവർ എന്ന് പറയുമ്പോൾ യഹൂദര്. വിശ്വസിക്കാൻ തുടങ്ങിയ യഹൂദരാണ് പറയുക. അവസാനം അവര്, നീയൊരു സമറിയാക്കാരനാണ്, നിന്നിൽ പിശാചുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? അത്രത്തോളം എത്തി അവരുടെ കാഴ്ചപ്പാട്. നീയൊരു സമറിയാക്കാരനാണ്, നിന്നിൽ പിശാചുണ്ട് എന്ന് പറയണത് ശരിയാ. ഇപ്പം മനസ്സിലായി നിന്റെ വർത്താനം കേട്ടപ്പോൾ. പ്രതികരണം വേറൊരു രീതിയിലുള്ളൊരു പ്രതികരണമാണത്. ഇനി സംവാദം പിന്നെയും മുന്നോട്ട് പോവുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞവർ, നീ സമറിയാക്കാരനാണ്, നിന്നിൽ പിശാചുണ്ട് എന്ന് പറഞ്ഞവർ തന്നെ എറിയാൻ കല്ലുകളെടുത്തു. ഓർക്കണം, അച്ഛൻ ആരംഭത്തിൽ പറഞ്ഞു, തന്നെ സ്വീകരിച്ചവർ, തന്നെ വിശ്വസിച്ചവർ, അവർക്ക് ദൈവമക്കളാകാൻ കഴിവ് നൽകി. തെസ്സലോനിക്കായിലെ സഭയെ അഭിനന്ദിച്ചുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ചുകൊണ്ടാണ് അവർ വചനം സ്വീകരിച്ചതെന്ന്. പക്ഷെ പ്രതികരണങ്ങൾ നോക്കിയാൽ ഓരോ രീതിയിലൊക്കെ. എറിയാൻ കല്ലുകളെടുത്തു. നല്ല ഇടയൻ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നല്ല ഇടയൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. പിന്നെയും ഭിന്നിപ്പുകൾ വരികയാണ്. നമ്മൾ പറയാണ്, ഇവന് പിശാചുണ്ട്, ഇവന് ഭ്രാന്താണ്, എന്തിന് ഇവൻ പറയണത് കേൾക്കണം?
നമ്മളൊക്കെ നല്ല ഇടയനെ കുറിച്ച് ഒരുപാട് കേട്ട് ധ്യാനിക്കുമ്പോൾ ഈ പ്രതികരണങ്ങളെ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ഇവന് ഭ്രാന്താണ്, എന്തിന് ഇവൻ പറയുന്നത് കേൾക്കണം, അങ്ങനെ വളരെ പേർ പറഞ്ഞു എന്നാണ് ആ വചനത്തിനുള്ള പ്രതികരണം. യേശു ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ കുറേ യഹൂദർ വീണ്ടും അവനെ എറിയാനായിട്ട് കല്ലുകൾ എടുത്തു എന്നാണ് വചനത്തിൽ നാം വായിക്കുക. പിന്നെ അവനെ പിടിച്ച് കെട്ടാനായിട്ട് ശ്രമിച്ചു, അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കുറേ അധികാരികൾ, സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടവർ, ആ പൊസിഷനിലുള്ളവർ അനേകം പേര് അവരിൽ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും പറയാണ്, സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഫരിസേയരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല. അതും ഒരു പ്രതികരണമാണ്. ഇതൊക്കെ നാം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ചില കണ്ടെത്തലുകൾക്ക് സാധ്യതയുണ്ടാകുക. സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഫരിസേയരെ ഭയന്ന് അവരാരും അവരുടെ വിശ്വാസം ഉറക്കെ ഏറ്റുപറഞ്ഞില്ല. പരസ്യമായിട്ടത് ഏറ്റുപറഞ്ഞില്ല, സ്വകാര്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നു. താലന്ത് പൊതിഞ്ഞ് മണ്ണിൽ സൂക്ഷിച്ചു എന്ന് പറയുന്ന ദുഷ്ടനും മടിയനുമായ വൃത്തിനെ കുറിച്ച് ഈശോ പറയണില്ലേ, ഏതാണ്ട് ആ സ്റ്റൈലിൽ. അതാണ് പ്രശ്നം. സാക്ഷ്യപ്പെടുത്തണം സ്വീകരിക്കുന്നതിനെ, സ്വീകരിച്ചവനെ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടത്. ഇതാണ് ആ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ പറയുമ്പോൾ അവിടെ വേറൊരു പ്രതികരണമാണ്. ചേടാ, ഇവൻ ഞങ്ങൾക്കെതിരായിട്ടാണല്ലോ ഈ ഉപമ പറഞ്ഞത് എന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി. മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരൻ്റെയൊക്കെ ഉപമ പറഞ്ഞപ്പോൾ ഇത് ഞങ്ങൾക്കെതിരായിട്ടാണ് പറയണത്. അങ്ങനെ ഈശോയെ കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ പ്രതികരണങ്ങൾ പോവുകയാണ്. ഞാനിവിടെ അച്ഛനിവിടെ കുറച്ച് ഒരു സാമ്പിൾ പ്രതികരണങ്ങൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനിയും നിങ്ങളൊക്കെ വചനം വായിക്കുമ്പോൾ ഇതുപോലുള്ള പ്രതികരണങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തലുകൾക്ക് സാധ്യതയുണ്ട്. ഒരു സാധാരണ വർത്തമാനം നമ്മുടെ നാട്ടിലും സംസാരത്തിലൊക്കെ പറയാറുണ്ടല്ലോ, പോയി പള്ളി പറഞ്ഞാൽ മതി. പോയി പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ പറഞ്ഞത് ഒക്കെപ്പാട് ചേർത്ത് വെച്ചൊന്ന് ചിന്തിച്ചാൽ അതിൻ്റെ കാര്യം അതാണ്. ഇതൊന്നും നടപ്പിലാവാൻ പോണ കാര്യമല്ല, ഇതിനൊന്നും സാധ്യത കുറവാണ്, അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായി അറിയിച്ച സുവിശേഷത്തിലെ സുവിശേഷ ഭാഗ്യങ്ങളിൽ പെടാത്ത ഒരു ഭാഗ്യം 11-ാം അധ്യായത്തിൽ സൂചന തരുന്നുണ്ട്. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. എല്ലാവരും ആ വചനം ഒന്ന് ഏറ്റു പറയാമോ? അച്ഛൻ പറഞ്ഞു തരാം. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. എല്ലാവരും വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. എന്താ അവന് കിട്ടണ ഭാഗ്യം? തന്നെ സ്വീകരിച്ചവർക്ക്, തന്നെ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാൻ അവൻ അവൻ കഴിവ് നൽകി. അതാണ് ഭാഗ്യമെന്ന് പറയുക. യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായത്തിൽ 27-29 വാക്കുകളുടെ ഇടയിൽ മനോഹരമായിട്ട് 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. 5 കാര്യങ്ങൾ കിട്ടാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച്. ഒന്നാമത്തെ കാര്യം, വചനം പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ആനന്ദത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ, ഇടറാതെ സ്വീകരിക്കുമ്പോൾ ഞാൻ അവനെ അറിയും. ഞാൻ അവനെ അറിയും. എൻ്റെ വചനം കേൾക്കുന്നവനെ, എൻ്റെ വചനം സ്വീകരിക്കുന്നവനെ ഞാൻ അറിയും.
സമറിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവൾ ഈശോയുടെ പോസിറ്റീവായിട്ടാണ് സഹകരിച്ച് പോവുക. ആ സംസാരം അങ്ങനെ പോകുന്നു. ഈശോ അവൾക്ക് വെളിപ്പെടുത്തൽ നൽകുന്നു. അങ്ങനെ അവൾക്ക് അവളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. തൻ്റെ ശിഷ്യന്മാര് കടലിൽ പെട്ടുപോയി എന്നറിയുമ്പോൾ മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈശോ ഉടനെ കടലിലേക്ക് ചെല്ലുകയാണ്. കടൽ നിരപ്പിലൂടെ യേശുവിൻ്റെ ആ സാന്നിധ്യം ശിഷ്യരുടെ തൊട്ടരികു വരെ ചെല്ലുകയാണ്. എന്നിട്ട് ഈശോ അവരെ എത്ര സ്നേഹത്തോടു കൂടിയാണ് അക്കരെ എത്തിക്കുക. ഉയർത്തെഴുന്നേറ്റ ഈശോ തിബേരിയോസ് കടൽ തീരത്ത് നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നതും അവർക്കായിട്ട് നിറവിൻ്റെ വശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അവർക്കായി കടൽ തീരത്ത് അപ്പവും മീനുമൊക്കെ ചൂടോടുകൂടി എടുത്തു കൊടുക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അറിയുന്നുണ്ട്, അവരെ അറിയാൻ സാധിക്കുന്നു. ഈശോയ്ക്ക് വചനം കേൾക്കുമ്പോൾ കിട്ടണ വലിയ അനുഗ്രഹമാണ്. നാം വചനം വിശ്വാസത്തോടെ വായിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ ജീവിതാവസ്ഥകളെ അറിയുന്നു. അറിയുക മാത്രമല്ല, അറിഞ്ഞ് ഇടപെടുകയും ചെയ്യുന്നു. കാനായിലെ വിവാഹ വിരുന്നിലൊക്കെ അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്നും വചനത്തെ അറിയുന്നവനെ ദൈവം അറിയുന്നു. അവൻ്റെയൊക്കെ ജീവിതത്തിലെ ആവശ്യങ്ങളിൽ, അവസ്ഥകളിൽ തമ്പുരാൻ അന്ന് ശിഷ്യരുടെ കാര്യത്തിൽ ഇടപെട്ടതുപോലെ തന്നെ പൂർണ്ണമായ ഇടപെടൽ സംഭവങ്ങളാക്കി മാറ്റുന്നു. ഇനിയും രണ്ടാമതായിട്ട് പറയാനുള്ളത്, അവൻ എന്നെ അനുഗമിക്കും. നോക്കണം, എമ്മാവൂസിലെ ശിഷ്യന്മാർ അവർ വചനത്തിന് കാതു കൊടുക്കാൻ തുടങ്ങി. ഹൃദയം മന്ദീഭവിച്ചവരായിരുന്നു. അവർ ഈശോയുടെ ആദ്യമൊക്കെ കുറേ ഡയലോഗ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്തവരാണ്. പക്ഷേ ഈശോ വചനം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഈശോയെ ശ്രവിക്കാൻ തുടങ്ങി. അവർ പറയുന്നുണ്ട്, പിന്നീട് അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന്. ആ ജ്വലനമാണ് അവരെ തിരിച്ചറിവുള്ളവരാക്കുന്നത്. വീണ്ടും ശിഷ്യത്വത്തിലേക്ക് അവർ ഉണരാൻ, വളരാൻ സാധ്യത കൊടുക്കുന്നതും. അനുഗമിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിട്ടുപോയി എങ്കിലും വീണ്ടും അവരെ അനുഗമിക്കുന്നവരാക്കി, ശിഷ്യരാക്കി മാറ്റുന്ന മനോഹരമായൊരു സുവിശേഷ സംഭവമാണത്. ഞാൻ അവർക്ക് നിത്യജീവൻ നൽകും. അപ്പോൾ ആദ്യം അച്ഛൻ പറഞ്ഞു, വചനം ശ്രവിക്കുമ്പോൾ അറിയും, ദൈവം അറിയും. 2, അറിഞ്ഞിടപെടുന്നു, അനുഗമിക്കുന്നവരായിട്ട് മാറുന്നു. 3-ാമതായിട്ട് നിത്യജീവൻ നൽകുന്നു. നിത്യജീവൻ. ഈശോ 6-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച്, പ്രത്യേകതകളെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാണ് പറയുക. ഉടനെ പത്രോസ്ലീഹ ഈ വാക്കുകളോട് കൂട്ടിച്ചേർക്കൽ നടത്തുന്നുണ്ട്. അത് വലിയ ആഴമുള്ളൊരു വെളിപ്പെടുത്തൽ കൂടിയാണ്. പത്രോസ്ലീഹ പറയും, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകാനാണ്? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. വെറും വാക്കുകളല്ല നമ്മൾ വായിച്ച് പിന്നിടുക അല്ലെങ്കിൽ വായിച്ചു പോകുക. നാം വായിക്കുന്നത്, നാം കേൾക്കുന്നത് നിത്യജീവൻ്റെ വചസ്സുകളാണ് എന്ന് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഒരിക്കലും നശിച്ചു പോവുകയില്ല. നമ്മൾ ഒരിക്കലും നശിച്ചു പോകാൻ അനുവദിക്കുകയില്ല. ഏതെങ്കിലുമൊക്കെ സംഭവങ്ങളിൽപ്പെട്ട്, സാഹചര്യങ്ങളിൽപ്പെട്ട് ഒരു വഴിമാറ്റമുണ്ടായാൽ തന്നെയും, ജീവിതത്തിൽ ഒരു അവസ്ഥകളിൽ മാറ്റമുണ്ടായാൽ തന്നെയും നശിച്ചു പോകാൻ അനുവദിക്കില്ല. ദൈവം പിന്നെയും തിരിച്ചെടുക്കും. നോക്കണം, എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം. അവിടെ എസെക്കിയേൽ പ്രസംഗിക്കുന്നുണ്ട്. ആത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് അസ്ഥികളുടെ താഴ്വരയിൽ വരണ്ട അസ്ഥികളോട് വചനം പറയാൻ വേണ്ടിയിട്ട് തമ്പുരാൻ അയക്കുന്നുണ്ട് എസെക്കിയേലിനെ. പോയി പറയാനാ പറയുന്നത്,
താഴ്വാരത്തിൽ പോയി വരണ്ട അസ്ഥികളോട് വചനം പറയുക. നീ വചനം പറയുമ്പോൾ ഞാൻ അവരിൽ പ്രാണൻ നിവേശിപ്പിക്കും, ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കും, മാംസം വളർത്തും, ചർമ്മം കൊണ്ട് പൊതിയും ഞാൻ അവരെ. നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും നിങ്ങൾ ജീവൻ പ്രാപിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അരുളപ്പാടുകൾ എസെക്കിയേൽ താഴ്വാരത്തിൽ വരണ്ട അസ്ഥികളോടാണ് പറയണത്. വരണ്ട അസ്ഥികളിൽ വന്ന മാറ്റം അത് ഇസ്രായേലിന് വരാൻ പോകുന്ന മാറ്റത്തിൻ്റെ സൂചനയാണ്. പ്രത്യാശ നശിച്ച, തീർത്തും ഉപേക്ഷിക്കപ്പെട്ടവരായ ഇസ്രായേൽ മക്കളെ വചനത്താൽ ജീവിപ്പിക്കുന്ന അത്ഭുത സംഭവമാണ്. അതാണ് അതിൻ്റെ സൂചന. വചനം ശ്രവിച്ചാൽ പ്രത്യാശ നശിച്ച, തീർത്തും ഉപേക്ഷിക്കപ്പെട്ട, പരിത്യക്തരായ ഇസ്രായേൽ മക്കളിൽ തമ്പുരാന്റെ ജീവശ്വാസത്തിൻ്റെ പകർച്ച അനുഭവപ്പെടും. പക്ഷെ എസെക്കിയേലിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നീ പോയി പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല മോനെ. കാരണമുണ്ട്, നിന്നെ ഒന്നും അവർ മൈൻഡ് ചെയ്യില്ല. കാരണമുണ്ട്, അവർ വലിയ ബുദ്ധിമാന്മാരാണെന്ന് അവരുടെ വിചാരം. അവർ ഉയർന്ന നെറ്റിത്തടമുള്ളവരും കഠിന ഹൃദയരുമാണ്. അതുകൊണ്ട് അവർ നിന്നെ കേൾക്കില്ല, നിന്നെ മൈൻഡ് ചെയ്യില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് പ്രത്യാശ നശിച്ച, തീർത്തും ഉപേക്ഷിക്കപ്പെട്ടവരായ ഇസ്രായേൽ മക്കൾ വചനം കേട്ട് ഈ വരണ്ട അസ്ഥികൾക്ക് ജീവൻ ലഭിച്ചതുപോലെ മാത്രമല്ല അവരൊരു മഹാസൈന്യമായിട്ട് മാറി എന്ന് പറയുക. അതുപോലെ കർത്താവിൻ്റെ സൈന്യമായിട്ട് മാറും ഇസ്രായേൽ മക്കൾ എന്നുള്ളതിൻ്റെ വലിയൊരു സൂചനയാണ്. ഇത് നമ്മെക്കുറിച്ചുമൊക്കെ സത്യമാകേണ്ട ഒരു കാര്യമാണ്. നമുക്കും വചനം ശ്രവിക്കുമ്പോൾ കർത്താവിൻ്റെ സൈന്യമായിട്ട് നമ്മൾ മാറും. നമ്മുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ അഭിഷേകമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ സ്വർഗരാജ്യത്തിൻ്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, ആത്മീയ ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. വചനം അത് നമുക്ക് വലിയൊരു ഔഷധമാണ്. നമുക്ക് പ്രാർത്ഥിക്കണം ആരാധനയിൽ. യഥാർത്ഥ ശിഷ്യത്വത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ മത്തായി, വിശുദ്ധ ലൂക്ക ഇവരൊക്കെ അറിയിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിൽ നാം മനസ്സിലാക്കുന്നുണ്ട്, വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ. അതിനെക്കുറിച്ച് പറയുകയാണ്, പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യൻ. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, പക്ഷെ അത് വീണില്ല. നോക്കണം, നമുക്കൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സ് തളരുന്നു, എല്ലാവരിൽ നമ്മൾക്ക് മാറി നിൽക്കുന്നു, ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് ജീവിതം വഴിമാറുന്നു, പ്രാർത്ഥനയിൽ കുറവ് സംഭവിക്കുന്നു, പ്രാർത്ഥിക്കുന്നതിനോട് മടുപ്പ് തോന്നുന്നു. നാമൊക്കെ മണൽപ്പുറത്ത് പണിത ഭവനങ്ങളായിട്ട് മാറുകയാണോ? ചിലപ്പോഴെല്ലാം നമുക്ക് ഈശോയുടെ വചനങ്ങൾ ശക്തി പകരട്ടെ. ശ്രവിക്കുന്നവർ, അനുസരിക്കുന്നവർ, അവരാണ് പാറമേൽ ഭവനം പണിത വിവേകമുള്ള വ്യക്തിക്ക് തുല്യം. വീണില്ല അവർ, നശിക്കില്ല അവർ. വീഴുകയോ നശിക്കുകയോ ഇല്ല എന്നതിനേക്കാൾ ഉപരിയായി യോഹന്നാൻ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും. പ്രൈസ് ദി ലോർഡ്. വീഴാതെയും നശിക്കാതെയും ഇങ്ങനെ നിൽക്കുക മാത്രമല്ല, ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ കർത്താവിൻ്റെ ഒരു അടയാളമായിട്ട്, സാക്ഷിയായിട്ട്, മാറ്റങ്ങളുള്ളവനായിട്ട് തീരും. അതാ യോഹന്നാൻ ഒന്ന് മാറ്റി പറയുക. സ്നേഹമുള്ളവരെ, നാം പഴയ നിയമത്തിൽ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുക. ഔസേപ്പിതാവിനെ കുറിച്ച് അങ്ങനെ പറയുന്നത്. പഴയ നിയമത്തിലെ ഔസേപ്പിനെ കുറിച്ച് കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട്
ജോസഫ് ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും ബോധ്യങ്ങളിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ഉറച്ചു നിൽക്കുകയാണ്. പ്രതിസന്ധികൾ ഒരുപാട് തരണം ചെയ്യേണ്ടതായിട്ട് വന്നു. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം നമ്മോടുകൂടെ ഉണ്ടാകുമ്പോൾ നമുക്കും ജീവിതത്തിൽ ജോസഫ് നേരിട്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ശക്തിയോടെ നമുക്ക്, ഉണർവോടെ നമുക്ക് തിന്മയെ എതിർത്ത് നിൽക്കാനും സാധിക്കും. അതാണ് ഫറവോൻ്റെ ഭാര്യയുമായിട്ടൊക്കെയുള്ള ആ ഇടപെടലുകളിൽ നാം മനസ്സിലാക്കേണ്ടത്. തിന്മയോട് എതിർത്ത് നിൽക്കാൻ സാധിക്കും, പ്രതിസന്ധികളിൽ കരുത്തുള്ളവനാണെന്ന് തെളിയിക്കാൻ സാധിക്കും. കർത്താവിൻ്റെ വചനം നമ്മോടുകൂടെ ഉണ്ടാകട്ടെ. സങ്കീർത്തനം 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന, നാം വായിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. വചനത്തിലായിരിക്കുന്നവനെ കുറിച്ച്, നീർച്ചാലിനരികെ നട്ട യഥാകാലം ഫലം തരുന്ന ഇല കൊഴിയാത്ത ഒരു വൃക്ഷം പോലെയാണ് വചനത്തിൽ ജീവിക്കുന്നവൻ എന്നാണ്. 1-ാം സങ്കീർത്തനം 3-ാമത്തെ വചനമാണ് അച്ഛൻ വായിച്ചത്. നീർച്ചാലിനരികെ നട്ടത്, യഥാകാലം ഫലം തരുന്നത്, ഇല കൊഴിയാത്ത ഒരു വൃക്ഷം. എന്നും ആ പ്രസരിപ്പോടുകൂടി ഒരു ഉണക്ക് പറ്റാതെ കണ്ട് ഫലം പുറപ്പെടുവിച്ച് നിൽക്കുന്ന വൃക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇതേപോലെ ആയിരിക്കും. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ദാഹിക്കണം നമുക്ക് വചനത്തിന് വേണ്ടി. ഇനിയും അടുത്ത ഒരു മഹാഭാഗ്യത്തെക്കുറിച്ച് പറയുകയാണ്. അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല. യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുകയാണ്, വചനം സ്വീകരിക്കുമ്പോൾ ആരും, വചനം സ്വീകരിക്കുന്ന, വചനം ശ്രവിക്കുന്ന, വചനത്തിൽ ജീവിക്കുന്ന ഒരാളെ പിടിച്ചെടുക്കാൻ പറ്റില്ല, സാധിക്കില്ല. നോക്കണം, 10 നാണയങ്ങളുണ്ടായിരുന്ന ആ സ്ത്രീ 1 നഷ്ടപ്പെട്ടപ്പോൾ എത്ര ഉത്സാഹത്തോടെയാണ് വിളക്കൊക്കെ കൊളുത്തി വീടൊക്കെ അടിച്ചു വാരുന്നത്. കണ്ടെത്തുവോളം ഉത്സാഹത്തോടെ അടിച്ചുവാരി എന്നാണ് പറയുക. തമ്പുരാനും ഈ ഒരു ഉത്സാഹവും താല്പര്യവും വചനം സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ഉണ്ടാകും. നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല, കൊടുക്കില്ല ആർക്കും. ചില സമ്മാനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടവരാരെങ്കിലും തന്നതേ, ഇത് ഞാൻ ആർക്കും തരൂല്ല എന്ന് പറയണില്ലേ. ഇതെനിക്ക് ഇന്നയാള് തന്നതാ, തരൂല്ല ഞാൻ. പിടിച്ചെടുക്കാൻ പറ്റില്ല. ആടിൻ്റെ കാര്യം പറയുമ്പോഴും നഷ്ടപ്പെട്ട ആടിനെ കുറിച്ച് പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകും, കൊടുക്കില്ല ആർക്കും. കണ്ടെത്തുവോളം നമ്മെയും തമ്പുരാൻ തേടി വരും. നാം വചനത്തിൽ ആകുന്നുവെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒരു ജീവിത അനുഭവമായിട്ട് മാറട്ടെ. നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഒന്ന് കണ്ണു തുറന്ന് കാണുകയാണെങ്കിൽ, കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് തിരിച്ചറിവുകൾ നമുക്ക് കിട്ടും. ഇനിയും വചനം ശ്രവിക്കുന്നവൻ, അവൻ പിതാവിൻ്റെ സ്വന്തം ആയിട്ട് തീരുന്നത് കൊണ്ട് പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആർക്കും പറ്റൂല എന്ന് കൂടി പറയുകയാണ്. ഈശോയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റില്ല. മാത്രമല്ല, വചനം സ്വീകരിക്കുന്നവൻ പിതാവിൻ്റെ കൂടി സ്വന്തമായിട്ട് മാറുന്നത് കൊണ്ട് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവനെ ആർക്കും പിടിച്ചെടുക്കാൻ പറ്റില്ല. അത്രയൊരു സ്വന്തമായിട്ട് മാറുകയാണ്. ഇവിടെ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ ശ്ലീഹായുടെ വെളിപ്പെടുത്തൽ അതല്ലേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ഒരുപാട് പ്രശ്നങ്ങൾ, വേദനകൾ, സംഭവങ്ങൾ പറയുന്നുണ്ട് തുടർന്ന് കീഴോട്ട്. അതിന് മുമ്പായിട്ട് പറഞ്ഞു വെക്കുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും എന്ന് വെച്ചാൽ ആർക്കും വേർപെടുത്താൻ പറ്റൂല എന്ന് പറയാണ്. ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ,
ഒന്നിനും എന്നെ വേർപെടുത്താൻ പറ്റില്ല. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം പിടിച്ചെടുക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല, പൂർണ്ണ വിജയം ഞാൻ വരിക്കുന്നു. അതാണ് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് അതിൻ്റെ മറ്റൊരു സത്യം. എന്നെ മാറ്റാൻ പറ്റൂല എന്ന് മാത്രമല്ല, പൂർണ്ണ വിജയം വരിക്കും ഞാൻ, അതിജീവിക്കും ഇതിനെ, ഞാൻ വിജയിക്കും ഞാൻ ഇതിനെ. നിന്റെ ശത്രുവിനെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ? അതുപോലൊരു അനുഭവമാണ്. നമുക്ക് വിജയിക്കാൻ സാധിക്കും ഈ പ്രതിസന്ധികളെയൊക്കെ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തിക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മെ വളർത്തും, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മെ വളർത്തും. വേർപെടുത്താൻ പറ്റാത്ത വലിയൊരവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തമായി നമ്മൾ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് എന്ത് അനുഭവത്തോടു കൂടിയാ പറയുക? യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ലാഭമായിട്ടുള്ളതിനെയൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്, നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്, എല്ലാം ഞാൻ ഉപേക്ഷിക്കുകയാണ്. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുന്നു, ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. ഇത് ക്രിസ്തുവിനെ നേടാൻ, അവനോടുകൂടെ ഒന്നായി എപ്പോഴും കാണപ്പെടാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊരു ഭാഗ്യമാണ്! ചിന്താഗതിയിലൊക്കെ വരുന്ന മാറ്റം കണ്ടില്ലേ? മനോഭാവങ്ങളിലൊക്കെ വരുന്ന മാറ്റം കണ്ടില്ലേ? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്കും ആ ഒരു തലത്തിലേക്ക് വളരേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്, വളർന്നു വലുതാകേണ്ടതുണ്ട്, ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറേണ്ടതുണ്ട്. ഇനിയും വചനം ശ്രവിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വചനം സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വചനത്തിൽ ജീവിക്കാനുള്ള ബോധ്യങ്ങളെ ആഴപ്പെടുത്തുന്നൊരു തിരിച്ചറിവായി മാറണം. ഞാൻ വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്കു നൽകി. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. എന്നിട്ട് ഈശോ തുടർന്ന് പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തൊരു ഭാഗ്യമാണ്! ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതേപോലെ അവരുടെ വചനം മൂലം ആരൊക്കെ യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു, ആരൊക്കെ ആ വചനം കേട്ട് ബോധ്യങ്ങളുള്ളവരായിട്ട് മാറുന്നു, അവർക്കും വേണ്ടി കൂടി ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് വചനം കൂടുതൽ വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ പഠിക്കാൻ, വചനത്തിൽ വ്യാപരിക്കാൻ, ജീവിക്കാൻ നമുക്കൊക്കെ വലിയ പ്രചോദനമാകട്ടെ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടിയൊക്കെ ഈശോ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യമായിട്ടും ഓരോ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന മധ്യേ വചനം വൈദികൻ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. നാം വിവിധ മാധ്യമങ്ങളിലൂടെ ഒരു ലേഖനം വായിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ ചാനലിൽ ഒരു പ്രബോധനം കേൾക്കുമ്പോഴാകാം, ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈശോ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കത് കൂടുതൽ വചനം കേൾക്കാനും പഠിക്കാനും വചനത്തിൻ്റെ പ്രചാരകരാകാനുമൊക്കെ വലിയ ഒരു താല്പര്യം തരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ
അവിടുന്ന് നമുക്ക് നൽകുന്ന മറ്റൊരു ബോധ്യം, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. ഇനി അറിയിക്കുന്നത് എങ്ങനെയാ? അത് നമ്മൾ ഓരോരുത്തരിലൂടെയാണ്. വചനം വിവിധ രീതിയിൽ നമുക്ക് അറിയിക്കാൻ സാധിക്കും. പ്രസംഗങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ മാത്രമല്ല, വചനം നമുക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞുകൊണ്ട്, ഒരാൾക്ക് മറ്റൊരാളോട് വചനം പറഞ്ഞുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ട് ഒക്കെ നമുക്ക് സാധ്യതകൾ ഏറെയാണ്. നമ്മുടെ ഇടവകകളിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ അയൽ ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെയൊക്കെ ഇടവകയിൽ കുടുംബ യൂണിറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമ്പോൾ ഇനിയും ഞാനത് അറിയിക്കും എന്നതിൻ്റെയൊക്കെ മാധ്യമങ്ങളായിട്ട് നാം ഓരോരുത്തരും മാറുകയാണ്. അപ്പം നമുക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അത് വചനത്തിൽ ജീവിക്കുന്നു എന്ന അവസ്ഥയിൽ നിന്ന് മാറി വചനത്തിൻ്റെ പ്രചാരകരാകാൻ, സാക്ഷികളാകാൻ ഒരു ബോധ്യവും താല്പര്യവുമൊക്കെ തരട്ടെ. യേശുവിൻ്റെ മഹാശുശ്രൂഷ ഇനി നാം ഓരോരുത്തരുടെയും അല്ലേ തുടരേണ്ടത്? നാം അല്ലേ ഇതിൻ്റെയൊക്കെ തുടർച്ചക്കാരായിട്ട്, പിൻഗാമികളായിട്ട് മാറേണ്ടത് എന്നൊരു ചിന്ത ഈ ശുശ്രൂഷയുടെ ഇടയിൽ ഒരു ചിന്തയ്ക്കായിട്ട് വിട്ടുതരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടം ഉള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അങ്ങോട്ട് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കാമെന്നാണ് നമ്മുടെ വിചാരം. ഇത് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. നമ്മുടെയൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളിൽ മാറ്റങ്ങൾ വരും. ഇഷ്ടമുള്ളത് ചോദിക്കുക എന്ന് പറയുമ്പോൾ ദൈവഹിതമറിഞ്ഞ് ചോദിക്കുന്നവരാകണം. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം 12-ാം അധ്യായത്തിൽ വായിക്കും. ദൈവഹിതമെന്ത് എന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കും വചനം നാം വായിച്ച് പഠിക്കും. അപ്പോൾ നമുക്ക് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ യാക്കോബ് ശ്ലീഹ പറയണ പോലെ നമ്മുടെയൊക്കെ ചില താല്പര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി, നമ്മുടെ ചില ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ പോകുന്നത്, പ്രതികരണങ്ങളില്ലാതെ പോകുന്നത്. അപ്പോൾ ഇഷ്ടം ഉള്ളത് ചോദിക്ക്. ഇഷ്ടമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കണം. വചനം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റൊരു വലിയ ഭാഗ്യത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ നമുക്ക് മനോഹരമായൊരു സൂചന തരുന്നുണ്ട്. വചനം നിമിത്തം നാം ശുദ്ധി ഉള്ളവരായിരിക്കുന്നു. ഈശോ നമ്മോട് പറഞ്ഞ ഓരോ വാക്കുകളിലൂടെയും നാം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളത് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പം എത്രമാത്രം വചനം വായിക്കുന്നുവോ അത്രയും നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. വിശുദ്ധ ജീവിതത്തിനുള്ള വലിയ ദാഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളർന്നു വളർന്നു വരുന്നു. പഴയതെല്ലാം കടന്നു പോകുന്നു, പുതിയ പുതിയ താല്പര്യങ്ങളിലേക്ക്. അതാണ് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായി മാറും എന്നതിൻ്റെ സൂചന. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടി. ഈ വചനത്തിലൂടെയാണ് നാം പുതിയ സൃഷ്ടികളായിട്ട് മാറുക. നമുക്ക് അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടും ഞാൻ, അല്ലെങ്കിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു നല്ല ബോധ്യത്തോടു കൂടിയിട്ട് ആ വചനം വായിക്കണം. ജെറമിയ പ്രവാചകന് ദൈവം ദൗത്യമേൽപ്പിക്കുമ്പോൾ അവിടെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അധരങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് വചനം വെച്ചു കൊടുക്കുമ്പോൾ എന്താ ജെറമിയായോട് പറയുക? ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിക്കുന്നു, പിഴുതെറിയാൻ, ഇടിച്ചു തകർക്കാൻ, നശിപ്പിക്കാൻ, തകിടം മറിക്കാൻ, പിന്നെ പണിതുയർത്താൻ, നട്ടുവളർത്താൻ വേണ്ടി. ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. വചനം വായിക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മിൽ നടക്കും. പിതാവ് നട്ടതല്ലാത്ത ചെടികൾ ഒക്കെയും പിഴുതെറിയപ്പെടുമെന്നുണ്ടെങ്കിൽ അത് വചനം വായിക്കുമ്പോഴാണ്. പിഴുതെറിയുന്നൊരനുഭവങ്ങൾ, നമ്മുടെയൊക്കെ മുഖം മൂടികൾ തീർച്ചയായിട്ടും വലിച്ചു മാറ്റാൻ സാധിക്കുന്നത്
വചനമാണ്. വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നൊക്കെ വായിക്കുമ്പോൾ അച്ഛൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ദൈവമേ എന്നെ കുറിച്ച് പറയുന്നതാണോ? നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആന്തരിക ഭാവങ്ങൾ എന്താണ് എന്ന് എത്ര ഭംഗിയായിട്ട് അവിടെ സൂചനകൾ തരുന്നു, എത്ര മനോഹരമായിട്ട് അവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പോൾ പിഴുതെറിയാൻ, ഇടിച്ച് തകർക്കാൻ, നശിപ്പിക്കാൻ, തകിടം മറിക്കാൻ പൗലോസ്ലിയായോട് വളരെ ചെറിയൊരു ഡയലോഗാണ് ഈശോ നടത്തുന്നുള്ളൂ. സാവൂൾ, സാവൂൾ. വലിയ പഠിപ്പിക്കലോ പ്രസംഗമോ ധ്യാനത്തിൽ കൂട്ടലോ ഒന്നുമില്ല. സാവൂൾ, സാവൂൾ, നീ ആരാണ് എന്ന് സാവൂൾ ചോദിക്കുമ്പോൾ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്നൊരൊറ്റ ഡയലോഗ് മാത്രമേ അവിടെ നടത്തുന്നുള്ളൂ. ആ ഒരൊറ്റ ചെറിയ വാക്കുകളിലൂടെ സാവൂൾ ജീവിതത്തിൽ തകിടം മറിയുകയാണ്, മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. സക്കേവൂസ് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ ആ ഇറക്കം ജീവിതത്തിലേക്ക് വലിയൊരു, യേശുവിൻ്റെ ജീവിതത്തിലേക്കുള്ള വലിയൊരു ഇറക്കമായിരുന്നു. തകിടം മറിയുന്നു ആ മനുഷ്യൻ. പലതും മാറ്റി മാറുകയാണ്, ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ്. ലാഭമായതിനെയെല്ലാം വേണ്ട എന്ന് വയ്ക്കുന്നു. ഉച്ഛിഷ്ടമായിട്ട് പൗലോസ്ലിയ പറയുന്നുണ്ടല്ലോ, ആ ഒരു അനുഭവത്തിലേക്ക് തകിടം മറയുന്ന സംഭവങ്ങൾ, ആകെ മാറി മറയുന്ന സംഭവങ്ങൾ, പിന്നെ നട്ടുവളർത്തുന്നതും പണിതുയർത്തുന്നതുമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ. ശിഷ്യരുടെ ജീവിതത്തിൽ ഈ നട്ടുവളർത്തലും പണിതുയർത്തലും നമുക്ക് മനോഹരമായിട്ട് കാണാൻ സാധിക്കും. അവരെയൊക്കെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് പഠിപ്പിക്കുന്നു, കാണിച്ചും കേൾപ്പിച്ചും കൂടെ നടത്തിയും ഒക്കെയായിട്ട് അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട്, മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ആവശ്യങ്ങളിൽ ഒക്കെ ഇടപെട്ടുകൊണ്ട് അവർക്ക് ഈശോ കാണിച്ചു കൊടുക്കുന്നു, അനുഭവങ്ങളുള്ളവരാക്കുന്നു. അവരെയൊക്കെ ഇങ്ങനെ പണിതുയർത്തുന്ന, നട്ടുവളർത്തുന്ന അനുഭവങ്ങൾ നമുക്ക് ആഗ്രഹിച്ച് വചനം വായിക്കാം. ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. നമുക്കൊക്കെ വചനം കൂടുതൽ ദാഹത്തോടെ, താല്പര്യത്തോടെ വായിക്കാനുള്ള കൃപയുണ്ടാകും ഈ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ. നോക്കണം, ജെറൂസലേം ദേവാലയം, അവിടെ ഈശോ പ്രവേശിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? അവിടെ പുറത്താക്കുന്നു ചിലരെയൊക്കെ, മേശകൾ തട്ടിമറിക്കുന്നു, ഇരിപ്പിടങ്ങൾ തട്ടിമറിക്കുന്നു, എടുത്തു മാറ്റണം എന്നുള്ള കൽപ്പനകളൊക്കെ ഈശോ നൽകുന്നു. ഇതുപോലെ തന്നെയാണ് വചനവുമായി ഈശോ എൻ്റെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്കൊക്കെ ഇറങ്ങി വരുമ്പോൾ ഈശോ പലതിനെയും പുറത്താക്കും. വചനവുമായി വരുന്നവൻ നമ്മുടെയൊക്കെ ഇരിപ്പിടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എടുത്തു മാറ്റാൻ പലതുമുണ്ട് എന്ന് ഈശോ നമുക്ക് സൂചനകൾ, മുന്നറിയിപ്പുകൾ ഒക്കെ നമുക്ക് തരും. ഇതാണ് വഴി, ഇതിലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പുതിയ വഴികളിലൂടെ വചനം നയിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. ക്രിസ്തുവിൽ ആകുന്നവൻ, ആയി തുടങ്ങുന്നവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറും. അതാണ് വചനം. ലേവിയൊക്കെ മത്തായിയായി മാറുന്നുണ്ടെങ്കിൽ കാര്യം അതാണ്. ലേവി ചുങ്കം പിരിക്കുന്നവൻ മത്തായിയായിട്ട് മാറി, സുവിശേഷകനായിട്ട് മാറി, ശിഷ്യനായിട്ട് മാറി. അങ്ങനെ പണിതുയർത്തുകയാണ് വചനം. എത്ര മനോഹരമായിട്ട് വ്യക്തികളിൽ ഇടപെടലുകൾ നടത്തുന്നു, വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ എത്രയെത്ര സംഭവങ്ങൾക്ക് സാധ്യതകൾ നൽകുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് വചനം വായിക്കണം, ആഗ്രഹത്തോടെ വായിക്കണം, വിശ്വാസത്തോടെ വായിക്കണം. നമ്മിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിവോടുകൂടി വായിക്കുമ്പോൾ അതൊക്കെ സംഭവിക്കും നമ്മിൽ, തീർച്ചയാണത്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ, യാക്കോസ്ലിഹ പറയാണൊരു കൊച്ചുവാക്യം, അങ്ങനെയുള്ള വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? വിനയപൂർവം സ്വീകരിക്കുവിൻ. അച്ഛൻ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് പ്രതികരണങ്ങൾ പലതും പറഞ്ഞു. ഒരു 10 കൂട്ടം പ്രതികരണങ്ങൾ. ഇവന് പ്രാന്താണ്, ഇവന് പിശാചാണ്, ഇവൻ സമറിയാക്കാരനാണ്, ഇത് കഠിനമാണ്, ആർക്ക് പറ്റും ഇതൊക്കെ എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ
എന്നാൽ ഇവിടെ പറയണം, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം പ്രാർത്ഥിക്കുവിൻ. വിനയപൂർവം പ്രാർത്ഥിക്കുവിൻ. ഇവിടെ മാതാവിൻ്റെ ഒരു സ്വരം നമുക്ക് നല്ലതാ. ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി, മാതാവ് ഗബ്രിയേൽ ദൂതനിൽ നിന്ന് കർത്താവിൻ്റെ ദൂത് കിട്ടിക്കഴിയുമ്പോൾ കൊടുക്കുന്ന പ്രതികരണം, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. വചനം അവിടെ പറഞ്ഞത് ഗബ്രിയേൽ ദൂതനാണ്, പക്ഷേ മറിയം കൊടുക്കുന്ന പ്രത്യുത്തരം കർത്താവിനാണ്. കർത്താവിൻ്റെ ദൂതായിട്ടത് കണ്ടു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, നിന്റെ വചനം എന്നിൽ നിറവേറാൻ ഇതാ ഞാൻ വിട്ടുതരുന്നു. ആ മറിയ പറഞ്ഞത്, ഇവൻ പറയണതൊക്കെ ചെയ്തോട്ടോ, അതാ നല്ലത്. അവരതനുസരിച്ചു. അനുസരിച്ചവരിലൊക്കെ വലിയ സംഭവങ്ങൾ ഉണ്ടായി എന്ന് അച്ഛൻ സൂചനകൾ തന്നു. നമുക്ക് വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കണം. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ എന്ന് പ്രതികരിക്കുന്ന പത്രോസിൻ്റെ വാക്കുകൾ വചനം വായിക്കാൻ, ഇനി വചനം വായിക്കുമ്പോൾ കൂടുതൽ വിശ്വാസത്തോടെ വായിക്കാനുള്ള ഒരു പ്രചോദനം തരട്ടെ. ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ. ആ വചനം ഞാൻ വായിക്കണമെന്ന് ഞാൻ വചനം വായിക്കുമ്പോൾ തിരിച്ചറിയണം. ആ ബോധ്യത്തോടെ വചനം വായിക്കാൻ ഈശോയെ എനിക്കും എല്ലാവർക്കും കൃപ നൽകണേ എന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ വചനം സ്വീകരിച്ചു എന്ന് പറയുന്ന തെസ്സലോനിക്ക സഭയിലെ അംഗങ്ങളെ പോലെ വചനം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ നല്ല ദിവസത്തിൽ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഉള്ള സൂചനയുണ്ട്. നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാം. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമർത്ഥമായിട്ട് വസിക്കട്ടെ. പൗലോസ്ലീഹ കൊളോസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വചനമാണ് അച്ഛനിവിടെ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായിട്ട് വസിക്കട്ടെ. അങ്ങനെയുള്ള വചനം ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾക്കാണ് സാധ്യത തരുന്നതെന്നാണ് ഈ നിമിഷങ്ങളിലൂടെ ഒന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിച്ചത്. തിമോത്തിയോസിന് എഴുതുന്ന 2-ാം ലേഖനത്തിൽ പറയും, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ നിന്നെ ജ്ഞാനിയാക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളാണ്. ഈ വിശുദ്ധ ലിഖിതങ്ങൾ ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിന്, ശാസനത്തിന്, തെറ്റുതിരുത്തലിന്, നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യും. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. വചനം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇനിയും വായിക്കുമ്പോൾ, ഇനിയും വചനം പഠിക്കുമ്പോൾ, ഇനിയും വചനം കേൾക്കുമ്പോൾ, ദൈവമേ, ഞങ്ങളിൽ സംഭവിക്കുന്ന വലിയ വലിയ ദൈവ ഇടപെടലുകളെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യങ്ങൾ തരണം. നീ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ള തിരിച്ചറിവ്, ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാണെന്നുള്ള തിരിച്ചറിവ്, ദൈവമക്കളായി മാറുന്നു എന്നുള്ള തിരിച്ചറിവ്, വിനയത്തോടെ വചനം സ്വീകരിക്കാൻ, ആത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ വചനം സ്വീകരിക്കാൻ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, വചനം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഞങ്ങൾക്ക് മാതൃക നൽകിയ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.